ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധനും ത്രിയേകനുമായ സർവശക്തൻ്റെ അത്യുന്നതമായ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ ദൈവദയയാൽ നല്ലൊരു ദിനം കൂടെ ദൈവം നമുക്ക് തന്നു. ഈ ദിവസം മുഴുവനും നമുക്ക് ദൈവത്തിൽ പ്രത്യാശിക്കാം, പ്രത്യാശ അർപ്പിക്കാം. സങ്കീർത്തകനെ പോലെ നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി മുഴുവനായും അനുദിനം അനുനിമിഷം നമ്മൾ നിവർത്തിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഉള്ളത്തുനിന്ന് ഉയരട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. സങ്കീർത്തനങ്ങൾ നമ്മൾ ധ്യാനത്തിൽ എല്ലാം കാണുന്നു. പ്രാർത്ഥനയുടെ ഒരു ശ്രേണിയാണിങ്ങനെ. ഏതൊരവസ്ഥയും ഏതൊരു സന്ദർഭത്തെയും പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്തുന്നു. അതിൽ ദൈവിക നന്മകളും ദൈവിക ആശീർവാദങ്ങളും കൊണ്ട് നിറയപ്പെടുന്നു. ദൈവം സജീവമായി തന്നെ ഈ സങ്കീർത്തകൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു. ദൈവം ഒരു അനുഭവമാണ്, അറിവല്ല, അനുഭവമായി തൻ്റെ ജീവിതത്തിൽ ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുന്ന മനോഹരമായ ഒരു അനുഭവം. 69-ാമത്തെ സങ്കീർത്തനമാണ്. അത് പ്രധാനമായിട്ടും ദുഃഖ വെള്ളിയാഴ്ചയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പീഡാനുഭവ വാരത്തോടെല്ലാം ബന്ധപ്പെട്ട് പൗരസ്ത്യ സഭകളിലെല്ലാം അധികമായി വായിക്കപ്പെടുന്ന ഒരു സങ്കീർത്തനമാണ്. 68 ജയത്തിൻ്റെ സങ്കീർത്തനമാണെന്ന് നമ്മൾ ചിന്തിച്ചു. ഈസ്റ്ററിനോടനുബന്ധിച്ച് പെന്തിക്കോസ്തിയോടനുബന്ധിച്ചെല്ലാം അത് വായിക്കുന്നു. എന്നാൽ ഈ വായനകൾ 69 വായനകളെല്ലാം ഈ പീഡാനുഭവ വാരങ്ങളിലെല്ലാം പ്രാർത്ഥനകൾ നിരന്തരം ഈ സങ്കീർത്തനം വരുന്നുണ്ട്. ധ്യാനിക്കുന്ന ഒരു അനുഭവമാണ് കാണാനുള്ളത്. കാരണം മെസ്സിയാനിക് സാം, അതായത് മെസ്സിഹ സങ്കീർത്തനം എന്നാണ് അറിയപ്പെടുന്നത്. കൂടുതലും കാര്യങ്ങൾ ക്രൂശിൻ്റെ കഷ്ടാനുഭവങ്ങളും പീഡാനുഭവങ്ങളും എല്ലാം വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. അതിൽ നമ്മൾ പല കാര്യങ്ങളത് ചിന്തിച്ചു. ഇവിടെ കാണുന്നുണ്ട്. അതായത് ദൈവമേൽക്കുന്നതായി നിന്ന അവനെ ഉപദ്രവിക്കുന്നതെല്ലാം കോൽ കൊണ്ടടിക്കുന്നു, അവൻ്റെ മേൽ തുപ്പുന്നു, അവനെ പരിഹസിക്കുന്നു, അവനെ ചുവന്ന അങ്കി ധരിപ്പിക്കുന്നു. അങ്ങനെ നിന്നയുടെ വസ്ത്രങ്ങളെല്ലാം ധരിപ്പിക്കുന്നു. അതെല്ലാം ഇവിടെ വെളിപ്പെടുകയാണ്. എന്നാൽ ഇത് സങ്കീർത്തകൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൂടിയാണ്. അവിടെ ആഴത്തും ദൈവത്തോട് നിലവിളിക്കുകയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് 16-ാമത്തെ വാക്യമാണ്. യഹോവ എനിക്ക് ഉത്തരം നൽകണമേ, നിൻ്റെ ദയ നല്ലതല്ലോ, നിൻ്റെ കരുണയുടെ ബോധപ്രകാരം എങ്കിലേക്ക് തിരിയണമേ എന്ന്. 17 വാക്യങ്ങൾ നമുക്ക് കാണാം. അടിയന് തിരുമുഖം മറയ്ക്കരുതേ, ഞാൻ കഷ്ടതയിൽ ഇരിക്കുകയാൽ വേഗത്തിൽ എനിക്ക് ഉത്തരം നൽകണമേ. എൻ്റെ പ്രാണനോട് അടുത്തു വന്നതിനെ വീണ്ടുകൊള്ളണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ വീണ്ടെടുക്കണമേ. എനിക്കുള്ള നിന്നയും ലജ്ജവും അവമാനവും നീ അറിയുന്നു. എൻ്റെ വൈരികളെല്ലാവരും നിൻ്റെ ദൃഷ്ടിയിലിരിക്കുന്നു. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും, ആർക്കും തോന്നിയില്ല. ഇവിടെ തിരുമുഖം, ഡു നോട്ട് ഹൈഡ്, ദൈവമേ തിരുമുഖം മറയ്ക്കരുത് എന്നുള്ള പ്രാർത്ഥന. ഇപ്പോൾ ദൈവമുഖം നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആ മുഖം കാണുക എന്ന് പറഞ്ഞാൽ ദൈവ സാമീപ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്നാണ്. നമ്മുടെ അന്തരംഗത്തിൽ ഉളവാകുന്നൊരു അനുഗ്രഹമായ ഒരു മനോഹരമായത് എപ്രകാരം വിവരിക്കണമെന്ന് അറിയത്തില്ല. പക്ഷേ ഐ നോ എന്ന് പറയും. ഞാൻ അറിയുന്നു, എൻ്റെ ദൈവത്തെ ഞാൻ അറിയുന്നു, ദൈവ സാമീപ്യം ഞാൻ അറിയുന്നു, ദൈവം എന്നോട് ഇടപെടുമെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഇഷ്ടമെന്നാന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാനൊരു അനിഷ്ടമായത് ചെയ്യുമ്പോൾ ദൈവം പ്രസാദിക്കുന്നില്ല ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ നന്മ ചെയ്യുമ്പോൾ ദൈവം പ്രസാദിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതെല്ലാം അനുഭവത്തിൽ കൂടെ നമ്മൾ അനുഭവിക്കുകയാണത് ഓരോന്നും. ഒരു ദൈവിക സാമീപ്യവും ദൈവിക കൃപകളുമല്ല. എന്നാൽ ഇന്ന് ദൈവത്തിലേക്ക് വരുമ്പോൾ മുഖാമുഖം ദൈവത്തെ ദർശിക്കുന്നവരുണ്ട്, അങ്ങനെ പ്രത്യക്ഷമായ അനുഭവങ്ങൾ ലഭിക്കുന്നവരുണ്ട്, ദർശനങ്ങൾ ലഭിക്കുന്നവരുണ്ട്. അതെല്ലാം വാസ്തവമാണ്. എന്നാൽ എല്ലാവരെയും ഒരേപോലെയല്ല, ഒരേ അച്ചിലല്ല. യുണീക്കായിട്ട് ഓരോരുത്തരെയും ദൈവം വ്യത്യസ്തമായ രീതിയിലാണ് ജീവിതാനുഭവങ്ങൾ ദൈവം ഒരു സമാനതകളൊക്കെ കണ്ടെന്ന് വരാം. അബ്രഹാമിൻ്റെ ജീവിതമല്ല ഇസ്ഹാക്കിൻ്റേത്, ഇസ്ഹാക്കിൻ്റെ ജീവിതമല്ല യാക്കോബിൻ്റേത്. ഓരോരുത്തരുടെ ജീവിതം വ്യത്യസ്തമാണ്. എലിശബേത്തിൻ്റെ ജീവിതമല്ല കന്യാമറിയാമിൻ്റേത്, മാർത്തയുടെ അല്ല മറിയയുടേത്. ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ്. ജീവിതത്തിൽ ദൈവം ഉദ്ദേശിച്ചിട്ടുള്ള ഉദ്ദേശം നിവർത്തിക്കപ്പെടണമെന്നുള്ളതാണ്. മറ്റാരുടെയെങ്കിലും ടാസ്ക് അത് നമ്മൾ എടുക്കേണ്ടതല്ല. നമ്മളെക്കുറിച്ചുള്ള ദൈവികത്തെ ചെറുതോ വലുതോ ആകട്ടെ, ലോകദൃഷ്ടിയിൽ ശ്രേഷ്ഠമോ മാന്യമോ അല്ലെങ്കിൽ ഹീനമോ എന്ന് തോന്നിയാൽ പോലും ദൈവം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടത്. അതിനായിട്ടാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനകളെല്ലാം
ഇൻറ്റിമസിക്ക് വേണ്ടി ആഗ്രഹിക്കുക. എൻ്റെ പ്രാണനോട് അടുത്ത് വന്നതിനെ വീണ്ടുകൊള്ളണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ വീണ്ടെടുക്കണമേ, വേഗത്തിൽ എനിക്ക് ഉത്തരവാദമാകണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഉത്തരം എന്തായിരിക്കണം? നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ഗത്സമയിൽ നമ്മൾ കാണുക, വേഗത്തിൽ ഉത്തരം കിട്ടുക. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവെ, കഴിയുമെങ്കിൽ എൻ്റെ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ ഒരു സെമിക്കോളനാണ്, ഫുൾ സ്റ്റോപ്പല്ല, സെമിക്കോളനാണ്. അപ്പോൾ അവിടെ ഒരു ശാന്തതയുണ്ട്, ഒരു നിശബ്ദതയുണ്ട്. നിശബ്ദതയ്ക്ക് ശേഷം പുത്രന് മനസ്സിലാകുകയാണ്, ഞാൻ ഏൽക്കേണ്ടുന്ന കുടിക്കേണ്ടുന്ന പാനപാത്രം ഇത് തന്നെയാണ്. അപ്പോൾ എങ്കിലും പിതാവെ, ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല, നീ ഇച്ഛിക്കുന്ന പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് ദൈവ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ്. അതാണ് നമുക്ക് ആശ്വാസം തരുന്നത്. എൻ്റെ ഇഷ്ടം നടക്കണം, ഞാൻ പ്രാർത്ഥിച്ച് നടക്കില്ല, നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അവസാനം നമ്മൾ എഴുതുക, നിൻ്റെ ഇഷ്ടം പോലെ, നിൻ്റെ ഇഷ്ടം. അവിടത്തേക്ക് അറിയാം എനിക്ക് യുക്തമായത് എന്താണെന്ന്, എനിക്ക് മേന്മയായിട്ടുള്ളത്, എനിക്ക് നന്മയായിട്ടുള്ളത് എന്താണെന്ന് അവിടത്തേക്ക് അറിയാം. ആ ഇഷ്ടത്തിന് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമ്പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണ് ദൈവത്തിന് ഇഷ്ടം, ദൈവ ഇഷ്ടം. യുവർ വിൽ ബി ഡൺ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ആശ്വാസം കിട്ടുക. അത് ഏതുമായിക്കൊള്ളട്ടെ ഉത്തരം, അത് നന്മയ്ക്കായിട്ടുള്ളതായിരിക്കും. ഇത് തുടർന്ന് ഇവിടെ പറയുകയാണ്, കർത്താവിൻ്റെ ക്രൂശിലെ ആ ദൃഷ്ടാന്തമൊക്കെ അവിടെ വരുന്നുണ്ട്. എനിക്കുള്ള നിന്നയിൽ 19, എനിക്കുള്ള നിന്നയിൽ ലജ്ജാവമാനവും നീ അറിയുന്നു, എൻ്റെ വൈരികളെല്ലാവരും നിൻ്റെ ദൃഷ്ടിയിലിരിക്കുന്നു. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവന് സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല, ആരെയും കാണുന്നില്ല. ക്രൂശിലേക്ക് നമ്മൾ നോക്കിയേ, 5000 പേര് പോഷിപ്പിക്കപ്പെട്ടു 5 അപ്പം കൊണ്ടല്ലേ, അവരെ ആരെയും കാണുന്നില്ല. എന്നാൽ ചിലരെല്ലാം ചുറ്റുപാട് നിന്നേക്കാം, അവരെല്ലാം നിസ്സഹായരാകണം, അവർക്കൊന്നും സഹായിക്കാൻ കഴിയാതെ വണ്ണമായി പോയവരായിരിക്കാം. മുടന്തൻ സൗഖ്യം പ്രാപിച്ചു, കുരുടൻ കാഴ്ച ലഭിച്ചു, അവരൊക്കെ എവിടെ പോയി? അറിയില്ല. അവർ നന്മ പ്രാപിച്ച് എവിടെ പോയി? അറിയില്ല. എന്നാൽ ആർക്കും സഹായിക്കാൻ കഴിയാതെ വണ്ണം ആ ഒരു സാഹചര്യമായി കാണാം. സഹായിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരും അവർക്ക് ആ പ്രതികൂല സാഹചര്യത്തിലവരെല്ലാം ഭയന്നു പോയി കാണാം. ഏതുമായിക്കൊള്ളട്ടെ, ഏതായാലും ഇവിടെ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല, ആർക്കും തോന്നിയില്ല എന്നാണ് അവിടെ പറയുന്നത്. എന്നിട്ട് 21 പറയാണ്, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിക്കാൻ തന്നു. അത് സംഭവിച്ചതാണ്. തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിക്കുവാൻ തന്നു. അവരുടെ മേശ അവരുടെ മുമ്പിൽ കെണിയായും അവർ സുഖത്തോടിരിക്കുമ്പോൾ കുടുക്കായും തീരട്ടെ. ഈ 22 മുതലുള്ള വാക്യങ്ങളിലെല്ലാം നെഗറ്റീവ് സാംസ് എന്ന് ചിലർ പറയും. അതായത് അത് വായിക്കേണ്ട, അത് വിട്ടുകളയാന്നൊക്കെ പറയും. നമ്മളൊന്നും ബൈബിളിലൊന്നും വിട്ടുകളയണ്ട. എന്നാൽ അത് ഈ ശാപവാക്കുകൾ ഉച്ചരിക്കാതെ, മറ്റുള്ളവരുടെ ശാപവാക്യം ഉച്ചരിക്കാതെ നമ്മൾ ഇരിക്കുക. എന്നാൽ ഈ ശാപങ്ങൾ ഇന്നുമുണ്ട്. ആ ശാപകത്തിന് കീഴിലാകുന്നവരുണ്ട്. ദൈവിക അനുഗ്രഹത്തിന് കീഴിലല്ലെങ്കിൽ ദൈവിക ശാപത്തിന് കീഴിലാണ്. ഇവിടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 23-ാമത്തെ അധ്യായത്തിലേക്ക് കാണുന്നുണ്ട്, 33-34 അവിടെ പറയുന്നുണ്ട്, സർപ്പസന്തതികളെ നരകവിധി നിങ്ങൾ എങ്ങനെ വിട്ടൊഴിയും, അല്ലേ? അങ്ങനെയൊക്കെ കർത്താവ് പറയുന്നുണ്ട്. ഈ സർപ്പസന്തതികളെ എന്ന് യോഹന്നാൻ സ്നാപകൻ വിളിക്കുന്നുണ്ട്. കർത്താവ് ഹെരോദാവിനെ വിളിക്കുന്ന കുറുക്കനോട് ചെന്ന് പറയുക എന്ന് പറയുന്നുണ്ട്. ഇന്നും നാളെയും ഞാൻ ഈ രോഗശാന്തി വരുത്തേണ്ടതിന് ദൈവരായി പ്രസംഗിക്കേണ്ടത്, പിന്നെയാണ് അവന് പിടിക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ കർത്താവിന് തൊടാനായിട്ട് സാധിച്ചില്ല. എന്തായാലും ഇവിടെ പറയുകയാണ്, എന്താണ്, അവരുടെ മേശ അവിടെ കെണിയായും അവർ സുഖത്തോടെ കൂടും. ഇത് റോമർക്ക് ലേഖനം 15-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, അവരുടെ കണ്ണ് കാണാതെ ഇരുന്നു പോകട്ടെ, അവരുടെ അര എപ്പോഴും ആടുമാറാകണമേ. ഇവിടെ ഈ കണ്ണ് കാണാതാകുന്ന ഒരു അനുഭവമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കർത്താവ് സന്ദർശിക്കപ്പെട്ടപ്പോൾ കണ്ണ് കാണാതെ 3 ദിവസം കാഴ്ചയില്ലതായിരുന്നു. എന്നാൽ ഇതേ പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തികൾ 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ാമത്തെ അധ്യായത്തിൽ ഹെരോദാവിനെ ഒരു കൃമി വന്ന് ബാധിച്ചിട്ട് അവൻ പെട്ടെന്ന് മരിക്കും. കാരണം ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. അവനെ സിംഹാസനത്തിൽ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ജനമെല്ലാം പറഞ്ഞു ദേവന്മാരുടെ വാക്ക്, ദൈവത്തിൻ്റെ വാക്കെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ ക്രമിക്കിരയായി പ്രാണനെ വിട്ടു. 12:23 ഈ 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹായെല്ലാം പാഫോസിലെത്തിയപ്പോൾ, പാഫോസ് എന്ന ദ്വീപിലെത്തിയപ്പോൾ അവിടെ ബെറിയേശു എന്ന പേരുള്ള ഒരു യഹൂദനായ കള്ളപ്രവാചകന്റെ വിദ്വാനെ കണ്ടു. അവൻ സെർഗിയോസ് പൗലോസ് എന്ന ഗവർണറോടുകൂടെ ആയിരുന്നു.
അവൻ ബർണബാസിൻ്റെയും ശൗലിനെയും വരുത്തി ദൈവജനം കേൾക്കുവാൻ ഈ സെർഗ്യോസ് പൗലോസ് ആഗ്രഹിച്ചു, ഗവർണർ ആഗ്രഹിച്ചു. അങ്ങനെ ബർണബാസും പൗലോസ് ലീഹായും അവിടെ ചെന്ന് അവർ പ്രസംഗിക്കുക. എന്നാൽ ഈ ഏലീമാസ് എന്ന വിദ്വാൻ, അതാണ് അവൻ്റെ പേരിൻ്റെ അർത്ഥം, അതായത് ഈ ബർയേശു എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, അവൻ എന്ത് ചെയ്തു? ഇവർ പ്രസംഗിക്കുന്ന വചനം അവർ കേൾക്കാതിരുമ്പോൾ തടുത്തു. അങ്ങനെയൊന്നും എങ്ങനെയായിരിക്കും തടുത്തു? അവരെ തടുക്കുക, അവരോട് എതിർത്തു നിന്നു. ദേശാധിപതിയുടെ വിശ്വാസം തടുത്ത് കളയാൻ ശ്രമിച്ചു. അപ്പോൾ ഈ ഗവർണർക്ക് വിശ്വസിക്കാൻ ആഗ്രഹം ഇങ്ങനെ വരിക, വിശ്വസിക്കണമെന്നുണ്ട്. അപ്പോൾ ഇവൻ തടുക്കുക ബർയേശു. ഉടനെ അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാപൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. 9-ാമത്തെ വാക്യം, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവെ, കർത്താവിൻ്റെ നേർവഴികൾ മറിച്ചുകളയെന്ന് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിൻ്റെ കയ്യിൽ നിൻ്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു. കൈപിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി ഗവർണർ കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു എന്ന് കാണുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മ പൂർണ്ണനായിട്ടാണ് വാക്കുകൾ പറയുന്നത്. ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ. കാരണം അവൻ ചെയ്തത് എന്താ? ഇവൻ ദേശാധിപതിയോടുകൂടെ നിൽക്കുക, അവൻ ഇവരിൽ എന്തെങ്കിലുമൊക്കെ വരുമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ദേശാധിപതി യേശുവിൽ വിശ്വസിച്ചാൽ, ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ ഇവൻ്റെ ഈ വരുമാനം നിന്നുപോകും. ഇവന് വരുന്നതായി ഇവനിനി കള്ളപ്രവചനം നടത്തി അവൻ്റെ വരുമാനമൊക്കെ നിന്നുപോകും. അതുകൊണ്ടാണ് അവൻ ഇവർ ഗവർണർ വിശ്വസിക്കാതിരിക്കാൻ തടുത്തത്. ഇന്നും അങ്ങനെയുള്ളവരുണ്ട്. ദൈവത്തിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുന്നവരെ തെറ്റായുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തടുക്കുന്നവർ ഒരിക്കലും തടുക്കരുത്. അവരോട് ദൈവവചനം പറയുന്നവരെക്കുറിച്ച് അപഖ്യാതി പറഞ്ഞ് അവർക്ക് അങ്ങനെയാണ്, അവർ ചുമ്മാ തൊഴിലില്ലാതെ നടക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ അവരുടെ വിശ്വാസം തടുത്ത് കളയാൻ, അവർ വിശ്വസിക്കാനുള്ള സമയമാണ് അവരുടെ. ആ തടുത്തുവാൻ ശ്രമിക്കുന്നവരാണ്, അവർക്ക് വരുന്ന ദോഷം ഭയങ്കരമാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ അതൊക്കെ പറഞ്ഞിട്ട് അവിടെ വാസസ്ലൂന്യമായി പോട്ടെ, അവിടെ കൂടങ്ങൾ ആർക്കും പാർക്കാതിരിക്കട്ടെ, നീ ദണ്ഡിച്ചതിനെ അവർ ഉപദ്രവിക്കുന്നു, മുറിവേൽപ്പെട്ട് വേദന അവർ വിവരിക്കുന്നു, അവിടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ, നിൻ്റെ നീതിയെ പ്രാപിക്കരുതേ, ജീവൻ്റെ പുസ്തകത്തിന് അവർ മായച്ചു കളയണമേ, നീതിമാനവർ കൂടെ അവർ എഴുതരുതേ, ഞാനും എളിവനും ദുഃഖിതനുമാകും ദൈവമേ, നിൻ്റെ രക്ഷ ഉയർത്തുമാറാകട്ടെ. അവിടെ ജീവൻ്റെ പുസ്തകത്തിൽ മായച്ചു കളയണമേ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടിട്ടില്ല. ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞാൽ മായച്ചു കളയും. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വേണ്ട. കാരണം നീതിമാന്മാരോടുകൂടെ അവർ എഴുതരുതേ എന്ന് പറയാം. നീതിമാൻ്റെ പേരാണ് ജീവപുസ്തകത്തിൽ എഴുതുന്നത്. ഇനിയും 30-ാമത്തെ വാക്യം, ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവൻ ഓഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കൊളുമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. ഇവിടെ കൊമ്പും മൂരിയുമുള്ള യാഗത്തെക്കാളും ദൈവത്തിന് പ്രസാദകരം പാട്ടാണ്. ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രഗീതങ്ങൾ, അത് ദൈവത്തിന് പ്രസാദമെന്നാണ് അവിടെ പറയുന്നത്. ഇനി ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. 33, യഹോവ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു. അതെ, അത് സത്യമായിട്ടും അവർ കാണുകയാണ്. തൻ്റെ ബദ്ധന്മാരെ നിന്ദിക്കുന്നതില്ല. ആകാശവും ഭൂമിയും സമുദ്രവും അവയിൽ ചരിക്കുന്ന സകലവും അവന് സ്തുതിക്കട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും, യഹൂദ നഗരങ്ങളെ പണിയും. അവർ അവിടെ പാർത്തതിനെ കൈവശമാക്കും. അവൻ്റെ ദാസന്മാരുടെ സന്തതി അതിനെ അവകാശമാക്കും. അവരുടെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയൊക്കെ ഇവിടെ കാണുന്നത്. അപ്പോൾ ദൈവം യാഗത്തേക്കാൾ എന്താണ്? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രസാദകരം. ദൈവത്തെ അന്വേഷിക്കുന്നവർ അത് ജീവിക്കട്ടെ. ദൈവം ദരിദ്രന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു. 29-ാമത്തെ വാക്യത്തിൽ ഞാനോ എളിയവനും ദുഃഖിതനുമാകുന്നു പറയുന്നുണ്ട്. മറ്റൊരു സങ്കീർത്തനം എനിക്ക് 16-ാം തോന്നുന്നു, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എന്നും പറയുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഓരോന്നങ്ങനെ പറയുമ്പോൾ തൻ്റെ ജീവിത അനുഭവങ്ങൾ അത് വിവരിക്കുകയാണ്. നമുക്കും ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്ന പോലെ സമർപ്പിക്കുവാനും അർപ്പിക്കുവാനും സാധിക്കണം. ഒന്നും മറച്ചു വെച്ചുകൊണ്ടല്ല. എൻ്റെ കുറവുകൾ അറിയുന്ന, ന്യൂനതകൾ അറിയുന്ന ദൈവസന്നിധിയിൽ ആ കുറവുകളും ന്യൂനതകളെല്ലാം ആക്കുവാനും എന്നെ ബലപ്പെടുത്തുവാനും, അതാണ് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമ്മുടെ ബലഹീനതകളെ വിവരിക്കുമ്പോൾ ദൈവം അതിൽ തൻ്റെ ശക്തി വെളിപ്പെടുത്തും. നമുക്ക് ബലം കിട്ടും. നമുക്ക് അസാധ്യമായത് ദൈവം നമ്മുടെ ജീവിതം സാധിപ്പിക്കും. അപ്പോൾ നമ്മൾ അത്ഭുതം കുറിക്കും. കർത്താവേ, എനിക്കിത് കഴിയത്തില്ലായിരുന്നു, പക്ഷേ എനിക്കിത് സാധിക്കുന്നല്ലോ എന്നെൻ്റെ കൃപയാണ്. ആ സ്വന്തം മഹത്വം എന്ന് കരുതാ ദൈവത്തിൻ്റെ കൃപയെന്ന് കരുതി ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഇടയായിത്തീരണം. സമ്പൂർണ്ണമായ ദൈവം സമർപ്പിക്കാം. ഞങ്ങൾക്ക് വേണ്ടി നിന്നെയും അവമാനവും സഹിച്ച് ക്രൂശിൽ യാഗമായി തീരുവാൻ മനുഷ്യവേഷമെടുത്ത് കർത്താവെ ഇറങ്ങി വന്ന ക്രൂശ് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന് ഞങ്ങളുടെ കർത്താവായ യേശുവേ, ആ ക്രൂശിലെ സ്നേഹം ഞങ്ങളെ നിറയ്ക്കണമേ. ആ ക്രൂശിലെ സ്നേഹത്തിൻ്റെ ആഴം കാണുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവമേ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കണമേ. ആ ദൈവിക സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ കർത്താവേ.
സകല വിശുദ്ധന്മാരോടുകൂടെ ആ ദൈവസ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും എന്ന് തിരിച്ചറിയുവാൻ ഗ്രഹിക്കുവാൻ ഞങ്ങളോടൊന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇതുവരെ നടത്തിയ എല്ലാ കൃപകൾക്കായി സ്തുതി. തുടർന്നിൻ്റെ കൃപയെ ഞങ്ങളെ മറയ്ക്കണമേ. രക്തതാ ഞങ്ങളെ പൊതിയണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണം. മഹത്വത്തോടുന്ന് മാത്രം കിട്ടണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.